5000-ലേറെ വർഷം പഴക്കമുള്ള അഥർവവേദത്തിന്റെ ഉപവേദമായ ആയുർവേദം. ആയുർ ജീവിതവും വേദം അറിവും എന്ന് വിഭജിക്കുമ്പോൾ ആയുർവേദം എന്നാൽ ജീവിതത്തിന്റെ അറിവാകുന്നു, അല്ലെങ്കിൽ നന്നായി ജീവിക്കാനുള്ള അറിവാകുന്നു. ദിനചര്യയും ഋതുചര്യയും ഭക്ഷണക്രമങ്ങളും സർവോപരി പെരുമാറ്റം പോലും വിശദമായി പ്രതിപാദിക്കുന്ന ആയുർവേദത്തിന്റെ ചരിത്രവും വളർച്ചയും കണ്ടെത്തലുകളും മാനവകുലത്തിന് ഇനിയും പൂർണ്ണമാകാത്ത പുസ്തകങ്ങളാണ്. പാരമ്പര്യമായി പകർന്നു കിട്ടിയ ആയുർവേദത്തിലെ ഒറ്റമൂലികളും കൂട്ടുമരുന്നുകളും തലമുറകളിലേക്ക് കൈമാറുന്നത് കരുതലുകളും ജീവിതചര്യകളും കൂടിയാണ്. ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് വൈദ്യൻ മുസ്ലിയാർ എന്നറിയപ്പെട്ടിരുന്ന റസാഖ് വൈദ്യൻ മുസ്ലിയാർ ആരംഭിച്ച ആയുർവേദത്തിന്റെ അറിവനുഭവങ്ങൾ തലമുറകളിലേക്ക് കൈമാറുമ്പോൾ അദ്ദേഹം ചിന്തിച്ചിരുന്നത് വരും തലമുറയുടെ ചിട്ടയായ ജീവിതക്രമവും അതുവഴി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ജനതയുമായിരിക്കും. അബ്ദുൾ റസാഖ് വൈദ്യൻ മുസ്ലിയാരിൽ നിന്ന് കുഞ്ഞുമരക്കാർ വൈദ്യനിലേക്കും പരീദ് വൈദ്യനിലേക്കും പിന്നീട് അബൂബക്കർ വൈദ്യൻ മുസ്ലിയാരിലേക്കും പകർന്നു വന്നത് അക്ഷരാർത്ഥത്തിൽ ആയുർവേദത്തിന്റെ നേരറിവുകളും ജീവിതചര്യകളുടെ പരമാർത്ഥ പ്രയോഗങ്ങളുമാണ്. ഈ ലക്ഷ്യത്തിന്റെ പുതുതലമുറയിലെ കണ്ണിയാണ് മുഹമ്മദ് അലി ശിഹാബ്. പാരമ്പര്യമായി കുടുംബത്തിന് കിട്ടിയ ആയുർവേദത്തിന്റെ താളിയോല രഹസ്യങ്ങൾ കാലത്തിന്റെ ഏറ്റവും സത്യസന്ധമായ മാറ്റങ്ങളിലൂടെ പുനഃക്രമീകരിച്ച് നേരും നാട്ടറിവും നെഞ്ചോട് ചേർത്ത് ഷിഹാബ് എന്ന ജീവിത പോരാളി ആയുർശാന്തി എന്ന ബ്രാൻഡിൽ 75ഓളം ആയുർവേദ ഉൽപ്പന്നങ്ങൾ മാസ് ലൈഫ് കെയർ അഥവാ MLC എന്ന കമ്പനി വഴി വിപണിയിൽ ഇറക്കുമ്പോൾ അത് വിജയത്തിലെത്തുമ്പോൾ വിജയിക്കുന്നത് അബ്ദുൾ റസാഖ് വൈദ്യൻ മുസ്ലിയാർ അടക്കമുള്ള ഗുരുകാരണവന്മാരും ആയുർവേദവും തന്നെയാണ്. ഏതൊരു കഥയിലെയും നായികയെ പോലെ തന്നെ ഷജീറ എന്ന ഷിഹാബിന്റെ ഭാര്യ നായകന്റെ ഒപ്പമുണ്ട്. നിഴലായും തണലായും ആശങ്കകളിൽ ചുമലായും ഷജീറ എന്ന ഈ സ്ത്രീ ഓർമ്മക്കഥകളിൽ വീരവനിത തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ലാതെയാണ് MLCയുടെ അസിസ്റ്റന്റ് മാനേജിംഗ് ഡയറക്ടറായി കൂടെ നിൽക്കുന്നത്. ലോകവും കാലവും ഇങ്ങനെ തന്നെയാണ്. രാജാവും രാജ്ഞിയും അടിയുറച്ച തീരുമാനങ്ങളുമായി മുന്നിൽ നിൽക്കുമ്പോൾ പടത്തലവന്മാരും യോദ്ധാക്കളും താനേ രൂപപ്പെടും.